വിശദമായ വാർത്തകൾ നോക്കാം. പുരാവസ്തു വകുപ്പിന്റെ രണ്ടാമത് ഗാന്ധി മ്യൂസിയം പയ്യന്നൂരിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഉപ്പു സത്യാഗ്രഹം, ഗാന്ധിജിയുടെ പയ്യന്നൂർ സന്ദർശനം, അയിത്തോച്ചാടനം, കർഷക പ്രക്ഷോഭങ്ങൾ എന്നിവ ആധുനികമായ ദൃശ്യ ശ്രവ്യ ഉപകരണങ്ങളുടെ സഹായത്തോടെ സന്ദർശകർക്ക് അനുഭവവേദ്യമാക്കുന്ന തരത്തിലാണ് മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ സി കൃഷ്ണൻ MLA അധ്യക്ഷനായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, കേരള ചരിത്ര പൈതൃക മ്യൂസിയം എക്സിക്യൂട്ടീവ് ഡയറക്ടർ R ചന്ദ്രൻ പിള്ള, പുരാവസ്തു വകുപ്പ് ഡയറക്ടർ E ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിലെ പെരുമ്പുഴ 1-ാം നമ്പർ പാലത്തിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി തുറന്നുകൊടുത്തു. പാലത്തിൽ നടന്ന ചടങ്ങ് മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. 71 വർഷത്തോളം പഴക്കമുള്ള പാലത്തിന്റെ സ്ലാബുകൾ താങ്ങി നിർത്തുന്ന ഗർഡറുകൾ ദ്രവിച്ചതോടെ പാലം ഒരു വശത്തേക്ക് ചരിഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് പാലത്തിലെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 11-നാണ് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എല്ലാവരും ഒത്തൊരുമിച്ചതിൻ്റെ ഫലമായിട്ട് ജനങ്ങളും ബസ് ഉടമസ്ഥരും വാഹന ഉടമസ്ഥരൊക്കെ ഇതിനെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു. കാരണം കുറച്ച് ദിവസങ്ങളായി രണ്ടു വശത്തും ബസ്സുകൾ വന്ന് ഹോൾട്ട് ചെയ്ത് ജനങ്ങൾ നടന്നു പോകുന്നൊരവസ്ഥ വളരെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രയാസം അനുഭവിക്കാനുള്ള മറ്റൊരു മാർഗവും നമ്മുടെ മുന്നിലുണ്ടായിരുന്നില്ല. കളക്ടറടക്കം ബന്ധപ്പെട്ടുകൊണ്ട് വാഹനങ്ങളെ ഇതേ രൂപത്തിൽ ഒരു നിയന്ത്രണം വന്നതോടുകൂടിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ പാലം പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. വയനാട് മേപ്പാടി കുന്നംപറ്റയിൽ ആനയുടെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി മരിച്ചതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ നടത്തിയ ഉപരോധം അവസാനിച്ചു. കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഊട്ടി കോഴിക്കോട് സംസ്ഥാന പാത ഉപരോധിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന മേപ്പാടി കുന്നംപറ്റ സ്വദേശി പാർവതി പരശുരാമൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരിച്ചത്. കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു റോഡ് ഉപരോധമടക്കമുള്ള സമരം നടത്തിയത്. അല്പസമയത്തിനകം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് ചർച്ച നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചർച്ചയിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ ഞങ്ങൾ മരിച്ച ആളുടെ ബോഡി വെച്ചുകൊണ്ട് ഞങ്ങൾ റോഡ് ഉപരോധിക്കുന്ന അടക്കം സമരമാർഗങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും. നഷ്ടപരിഹാരവും ആശ്രിതനും ജോലിയും നൽകാമെന്ന് വനം വകുപ്പ് അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിച്ചത്. വന്യജീവി ആക്രമണം സംബന്ധിച്ച് ആന ആക്രമണത്തിൽ മരണപ്പെട്ട സംബന്ധിച്ച് നടത്തിയ ചർച്ചയിൽ നമ്മൾ അടിയന്തര കോമ്പൻസേഷൻ എന്നുള്ള നിലയിൽ 5 ലക്ഷം രൂപ എന്ന് തന്നെ ആശ്രിതർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട്. നമ്മുടെ വനം വകുപ്പിൽ അവരുടെ ആശ്രിതർക്ക് ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകുന്നതിനും ബഹുമാനപ്പെട്ട DFOയുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ വേങ്ങേക്കോട് മുതൽ ചെമ്പ്ര വരെ ഒരു 5 കിലോമീറ്റർ ഏരിയയിൽ ക്രാഷ് ഗാർഡ് ഫെൻസിങ്ങിന് വേണ്ടി ഓൾറെഡി ടെൻഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഉടനെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാട്ടാന കേസിൽ പ്രതികളെ പിടികൂടാത്തതിന് DFOയ്ക്ക് ആനപ്പിണ്ടം സ്പീഡ് പോസ്റ്റിൽ അയച്ച് പ്രതിഷേധം. പാലക്കാട് ജില്ലാ ആനപ്രേമി സംഘമാണ് മണ്ണാർക്കാട് DFOയ്ക്ക് ആനപ്പിണ്ടം അയച്ച് വേറിട്ട സമരം നടത്തിയത്. ഈ സമരം ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതല്ല, ശരിക്കും പ്രതിഷേധമാണ്. തിരുവിഴാംകുന്നിൽ ഗർഭിണിയായ കാട്ടാന വായിൽ സ്ഫോടക വസ്തു പൊട്ടി ചരിഞ്ഞ കേസിൽ 9 മാസമായിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് ജില്ലയിലെ ആനപ്രേമി സംഘം ഇത്തരമൊരു സമരം ചെയ്തത്. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും മണ്ണാർക്കാട് DFOയ്ക്ക് ആനപ്പിണ്ടം സ്പീഡ് പോസ്റ്റായി അയച്ചായിരുന്നു പ്രതിഷേധം. പ്രതികളെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വനം വകുപ്പ് ഈ വനം വേട്ടക്കാരുടെ ഒത്താശയോടുകൂടിയാണോ ഇത് നടക്കുന്നത്? നമ്മുടെ അറിവിൽ ആകെ ഒരു വീരപ്പനെ ഉള്ളൂ എങ്കിൽ നിരവധി അറിയാത്ത വീരപ്പന്മാർ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രതികളെ ഇതുവരെ പിടികൂടാൻ കഴിയാത്തത്. അതിനെതിരെയാണ് പാലക്കാട് ജില്ലാ ആനപ്രേമി സംഘം ഏരണ്ടം അയച്ച് പ്രതിഷേധിക്കുന്നത്. നിരവധി തവണ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും പിടിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതിഷേധത്തിന് ഞങ്ങൾ മുതിർന്നത്. 1.25 കിലോയോളം തൂക്കം വരുന്ന ആനപ്പിണ്ടം അയക്കാൻ സമരക്കാർക്ക് 94 രൂപ ചെലവായി. എന്തായാലും 2 ദിവസത്തിനകം ആനപ്പിണ്ടം അങ്ങ് മണ്ണാർക്കാട് DFO ഓഫീസിലെത്തും. പിന്നെന്താവുമെന്ന് കണ്ടറിയാം. സമരക്കാരെ ജാഗ്രത. ന്യൂസ് 18 പാലക്കാട്.
വടകര മേഖലയിൽ 400ഓളം പശുക്കൾക്ക് അപൂർവ രോഗം ലംബി സ്കിൻ ഡിസീസ് എന്ന വൈറസ് രോഗം പടരുന്നതിൽ ആശങ്കയിലാണ് ക്ഷീര കർഷകർ. പനിയും ശരീരത്തിൽ വ്രണവും വരുന്നതാണ് രോഗത്തിന്റെ പ്രാഥമിക ലക്ഷണം. അതോടെ പാലിന്റെ അളവ് കുറയും. പിന്നീട് ക്ഷീണിക്കുന്ന കാലികൾ ഭക്ഷണമെടുക്കാതെയാകും. മുയിംപോത്ത്, തോടന്നൂർ, എളമ്പിലാട് എന്നിവിടങ്ങളിലെല്ലാം രോഗം പടരുകയാണ്. വേളം പഞ്ചായത്തിലെ കാലുകളിലും സമാനമായ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ രോഗത്തിന് പ്രത്യേകിച്ച് ചികിത്സയില്ലെന്നും ലക്ഷണം നോക്കിയുള്ള ചികിത്സയാണ് ഇപ്പോൾ നടത്തുന്നത് എന്നും വെറ്റിനറി അധികൃതർ പറയുന്നു. ഇതോടെ കർഷകരുടെ ആശങ്ക ഇരട്ടിക്കുകയാണ്. ലക്ഷണങ്ങൾ വ്രണങ്ങൾ വരിക, അത് പൊട്ടി ഒലിച്ച് പഴുക്കുക, അതാണ് ഉണ്ടാകുന്നത്. ശരീരാസാരണ വ്രണങ്ങൾ വരുന്നത്. 10-12 പശുക്കൾക്ക് ഈ രോഗം വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു മുഴ പോലെ, പിന്നെ കഴുത്തിനൊരു വീക്കോ. ഇത് അധിക പശുവിന് വന്നുകൊണ്ട് ഇതൊരു പകർച്ചവ്യാധി തന്നെയാണ്. പുറത്തുനിന്നെത്തുന്ന അറവുമാടുകളിൽ നിന്നാണ് രോഗം വന്നത് എന്നാണ് കർഷകർ പറയുന്നത്. വിദഗ്ധ പഠനം നടത്തി നടപടിയെടുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 വടകര. ശാന്തമ്പാറ ടൗണിലെ തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി ആരോപണം. സമീപവാസികൾ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി. ശാന്തൻപാറ ടൗണിന് സമീപത്തുള്ള ബൈപ്പാസ് റോഡിനോട് ചേർന്ന പൈപ്പുകളിലൂടെയാണ് മാലിന്യം തള്ളുന്നത്. പ്രദേശത്ത് ദുർഗന്ധം പരന്നതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് പൈപ്പുകളിലൂടെ മാലിന്യം ഒഴുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നാണ് മാലിന്യം തള്ളുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഈ തോട്ടിൽ വരുന്ന ഈ മലിനജലം നിമിത്തം നമുക്കിവിടെ സ്വൈര്യമായിട്ട് ഇരിക്കാനോ ഇതുവഴി പോകുന്ന ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് സഞ്ചരിക്കുവാനോ ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. അതുകൂടാതെ തൊട്ട് താഴെയുള്ള അന്യസംസ്ഥാന തൊഴിലാളി താമസിക്കുന്ന ആളുകൾ അവർ കുളിക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ജലമാണ് ഉപയോഗിക്കുന്നത്. തോടിന് സമീപത്തെ റോഡിലേക്കും വീടുകളിലേക്കും ദുർഗന്ധം പരന്നു. സമീപത്തെ കെട്ടിടങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്ന തൊഴിലാളികൾ അടക്കമുള്ളവർ കുളിക്കാനും മറ്റും ആശ്രയിക്കുന്നത് ഈ തോടിനെയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന നടപടി തടയാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ശാന്തൻപാറ. കണ്ണൂർ ഉദയഗിരി ശാന്തിപുരത്ത് വൈകുന്നേരം ടാർ ചെയ്ത റോഡ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും തകർന്നു. കരാറുകാരന്റെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ രംഗത്തെത്തി. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ശാന്തിപുരം അരിവിളഞ്ഞ പൊയിൽ റോഡ് ടാറിംഗ് നടത്തിയത്. ഉദയഗിരിയിൽ തുടങ്ങി ജോസ്ഗിരി വരെയായിരുന്നു ടാറിംഗ്. തിരക്ക് പിടിച്ചും അശാസ്ത്രീയവുമായാണ് നിർമ്മാണമെന്ന് നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ടാർ ചെയ്ത ശാന്തിപുരം ടൗണിലെ കലിങ്കിനോട് ചേർന്ന ഭാഗം പിറ്റേന്ന് രാവിലെ പൊളിഞ്ഞു തുടങ്ങി. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കൊണ്ട് ടാർ ചെയ്യാൻ വേണ്ടി വന്നു. ഹൈറ്റ് കൂടി പോയി പാലത്തിൽ നിന്നുള്ളത് ഒരു നിയസ്ഥിതിയാണ്. അപ്പോൾ ആ പാലം പണിയുന്നതിന് JCB വിളിച്ചിട്ട് അത് മാറ്റി കുറയ്ക്കണമെന്നും ഹൈറ്റ് കുറയ്ക്കണമെന്നും പറഞ്ഞിരുന്നു. നമ്മളത് ബലാത്ബലമായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ദേവസ്വം സാറ് അത് ശരിയാക്കി തന്നു. പിന്നെ അതിന് ശേഷം GFC ഇറക്കാതെ കണ്ട് കിടന്ന മിറ്റിൽ മുഴുവൻ കോരി 1.5 ഇഞ്ച് കോരിയിട്ട് വണ്ടിയിട്ട് അവർ ടാർ ചെയ്തിട്ട് അവർ പോയി. നേരം വെളുത്തപ്പം അത് വിണ്ട് വിരിഞ്ഞ് റോഡ് ടാറുമാരായി കിടക്കുവാണ്. ടാറിങ്ങിന് മുകളിൽ വിള്ളലുകൾ കണ്ടതോടെയാണ് റോഡിന് തകരാറുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് വാഹനങ്ങൾ കടന്നുപോയ ഭാഗം താഴ്ന്നു പോവുകയും ചെയ്തു. ഇളകിയ മണ്ണിന് മുകളിൽ ആവശ്യമായ സ്റ്റോളിംഗ് നടത്താതെ ടാർ ചെയ്തതാണ് മണിക്കൂറുകൾക്കുള്ളിൽ റോഡ് തകരാൻ ഇടയാക്കിയത് എന്നാണ് ആരോപണം. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇവിടെ കലുങ്ക് നിർമ്മിച്ചത്. കലുങ്കിനടിയിൽ കോൺക്രീറ്റ് ചെയ്യേണ്ട ഭാഗം ഒഴിച്ചു നിർത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതോടെ തൂണുകൾക്ക് വിള്ളലുകൾ വീഴുകയും ചെയ്തു. അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചിട്ടും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ കരാറുകാരനൊപ്പം നിൽക്കുകയായിരുന്നുവെന്ന് ആക്ഷേപമുണ്ട്. ന്യൂസ് 18 ഉദയഗിരി. മതികെട്ടാൻ ദേശീയ ഉദ്യാന സംരക്ഷണത്തിന്റെ ഭാഗമായി ബഫർ സോൺ പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. 17.5 കിലോമീറ്റർ ബഫർ സോൺ ആക്കിയതോടെ ഇടുക്കി ശാന്തമ്പാറ പൂപ്പാറ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളാണ് പെരുവഴിയിലായത്. മേഖലയിൽ ബഫർ സോൺ വേണ്ടെന്ന മന്ത്രിസഭാ തീരുമാനം വനം വകുപ്പ് അട്ടിമറിച്ചെന്നും ആരോപണമുണ്ട്. 2020 ഡിസംബർ 28 മതികെട്ടാൻചോല ദേശീയ ഉദ്യാനത്തിൽ ജനവാസ മേഖലയടക്കം ഉൾപ്പെടുത്തി 1 കിലോമീറ്റർ ദൂരം ബഫർ സോണായി പ്രഖ്യാപിച്ചത്. വനസംരക്ഷണ കാര്യത്തിൽ ദേശീയ ശരാശരിയേക്കാൾ മുകളിലുള്ള കേരളത്തിൽ ബഫർ സോൺ വേണ്ടെന്ന സർക്കാർ തീരുമാനം മറികടന്നാണ് വനം വകുപ്പ് 1 കിലോമീറ്റർ ദൂരപരിധി ശുപാർശ ചെയ്തത്. ഇതോടെ ശാന്തൻപാറ പഞ്ചായത്തിലെ 17.5 ചതുരശ്ര കിലോമീറ്റർ ദൂരം ബഫർ സോണാകും. ഇത് ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്നാണ് ആശങ്ക. സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിയായ ശ്രീ M. മണിയുമായി പോലും ഈ കാര്യം കൂടിയാലോചന നടത്തിയിട്ടില്ല. ഞാനിത് ആധികാരികമായി തന്നെയാണ് ഞാനിത് പറയുന്നത്. കാരണം ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളതാണ്. ഒരു കൂടിയാലോചന നടത്താതെയാണ് ഈ കാര്യത്തിലൊരു അന്ന് കരട് വിജ്ഞാപനം അവർ പുറപ്പെടുവിച്ചു. അതിനുശേഷം 0 ബഫർ സോണാക്കി തീരുമാനിക്കണമെന്ന് ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടായിരിക്കെ അത് 0 ബഫർ സോണാക്കി എന്തുകൊണ്ട് കേന്ദ്രത്തിന് കൊടുത്തില്ല എന്നുള്ള ഒരു ചോദ്യം കൂടി.
പൂപ്പാറ ടൗൺ, തലക്കുളം, തോണ്ടിമല, കോരമ്പാറ, മുള്ളന്തണ്ട് എന്നിവിടങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് വനം വകുപ്പിന്റെ തീരുമാനം വന്നതോടെ പെരുവഴിയിലായത്. ഈ പ്രദേശത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകണമെന്നാണ് ശാന്തമ്പാറ പഞ്ചായത്ത് ഭരണസമിതിയും അതോടൊപ്പം തന്നെ ആക്ഷൻ കൗൺസിലും തീരുമാനിച്ചു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച എല്ലാ ഉത്തരവുകളും ജൂൺ മാസം 30-ാം തീയതി വരെ ദീർഘിപ്പിച്ചിരുന്നു. അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടത് ജൂൺ 30-ന് ശേഷമാണെന്നിരിക്കെ ബഫർ സോൺ വിജ്ഞാപനം ഇറക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഫിലമെന്റ് കേരളം പദ്ധതിയുടെ ഭാഗമായി കൊട്ടാരക്കര നഗരസഭ LED ബൾബുകൾ വിതരണം ചെയ്തു. നഗരസഭാ പരിധിയിലുള്ള 32 അംഗനവാടികളിലേക്ക് 3 ബൾബുകൾ വീതമാണ് വിതരണം ചെയ്തത്. ചടങ്ങ് ഐഷ പൊറ്റി MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ A. ഷാജു, KSEB അധികൃതർ, അംഗനവാടി ടീച്ചർമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ബജറ്റിൽ വയനാടിന് സമ്പൂർണ്ണ അവഗണനയെന്ന് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ. കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്ത് പദ്ധതി വിഹിതമായി പശ്ചാത്തല റോഡ് വികസനത്തിന് അനുവദിച്ചത് 16,57 ലക്ഷമാണെങ്കിൽ ഇത്തവണ അത് വെറും 53 ലക്ഷമായി ചുരുങ്ങി. ഇത് ജില്ലയുടെ പശ്ചാത്തല റോഡ് വികസനത്തെയും പദ്ധതി പ്രവർത്തനങ്ങളെയും ബാധിക്കുമെന്നും ഷംസാദ് മരക്കാർ വ്യക്തമാക്കി. ത്തിനും അനുവദിച്ച തുകയിൽ കാര്യമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ചെറിയ ശതമാനം വർധനവോ അല്ലെങ്കിൽ നിലവിലുള്ള തുകയോ ലഭിക്കാറുണ്ട്. വയനാട് ജില്ലാ പഞ്ചായത്തിന് മാത്രം ഏകദേശം 17 കോടി രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട്. ഈ 17 കോടിയിൽ കൂടുതൽ തുക നഷ്ടപ്പെട്ടിരിക്കുന്നത് റോഡ് മെയിൻ്റനൻസ് ഗ്രാൻറ്റിൽ കഴിഞ്ഞ തവണ 15 കോടി രൂപയാണ് വയനാട് അത് അനുവദിച്ചു തന്നത്. എന്നാൽ ഇപ്രാവശ്യം അനുവദിച്ചു തന്നത് 53 ലക്ഷം രൂപയാണ്. 22 റോഡെങ്കിലും വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്വന്തമായുള്ള ജില്ലയിൽ 53 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ ആണ് ഇപ്പോഴുള്ള ഫണ്ട് വിനിയോഗത്തിന് വന്നിരിക്കുന്നത്. ഇടുക്കിയിൽ റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ വൻതോതിൽ പാറ പൊട്ടിച്ചു കടത്തുന്നതായി ആരോപണം. മരിയാപുരം, കാമാക്ഷി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിമലഗിരി, അഞ്ചാനിപ്പടി, പാണ്ടിപ്പാറ റോഡിന്റെ നിർമ്മാണത്തിന്റെ മറവിലാണ് പാറ പൊട്ടിക്കൽ. 2020-21 CMLR പദ്ധതിയിൽപ്പെടുത്തി വിമലഗിരി, അഞ്ചാനിപ്പടി, പാണ്ടിപ്പാറ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനായി 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ കോൺക്രീറ്റ് ജോലികൾ ചെയ്യാതെ റോഡിന് സമീപത്തുള്ള പാറ പൊട്ടിച്ച് കടത്തുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇവിടെ മാസങ്ങളായിട്ട് കല്ല് പൊട്ടിച്ച്, കണ്ടവാനം കല്ല് പൊട്ടിച്ച്, സർക്കാരിൻ്റെ ഭൂമിയിൽ കല്ല് പൊട്ടിച്ച്, അനന്തപുരം കല്ല് പൊട്ടിച്ച് കല്ല് ലേവൽ കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. മാസങ്ങളായിട്ട് നടക്കുന്ന സംഭവമാണ്. ഉദ്യോഗസ്ഥന്മാർ ജിയോളജി വകുപ്പിൽ നിന്നൊക്കെ ആൾ വരുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ വരുന്നുണ്ട്, അവർ വണ്ടി മാറ്റി ചെയ്യുന്ന യാതൊരു നിയമ നടപടി ഇതിന് സ്വീകരിച്ചിട്ടില്ലാത്തതാണ്. മാസങ്ങളായി ഇത്തരത്തിൽ ഇവിടെ നിന്ന് പാറ പൊട്ടിച്ച് കടത്തുന്നുണ്ട്. നിയമാനുസൃതമായ അനുമതിയില്ലാതെ ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെയാണ് പാറ പൊട്ടിച്ച് കടത്തുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. എസ്റ്റിമേറ്റിൽ ഉൾപ്പെടാത്ത ഭാഗത്തു നിന്നും കരാറുകാരൻ സ്വന്തം താൽപര്യമനുസരിച്ച് മറ്റ് സൈറ്റുകളിലേക്കും പാറ കൊണ്ടുപോകുന്നുണ്ടെന്നും ആരോപണമുണ്ട്. പ്രശ്നത്തിൽ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. വിവാഹ ചടങ്ങുകളിൽ കൂടുതൽ പേർക്ക് പങ്കെടുക്കാവുന്ന വിധത്തിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ സംസ്ഥാനം ഇളവ് വരുത്തി. പരമാവധി 200 പേർക്ക് ഇനി മുതൽ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാം. ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന വിവാഹ ചടങ്ങിൽ 100 പേർക്ക് മാത്രമാണ് അനുമതി നൽകുക. എന്നാൽ തുറസായ സ്ഥലങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ 200 പേർക്ക് പങ്കെടുക്കാമെന്നും സർക്കാർ അറിയിച്ചു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് വാക്സിനേഷൻ സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ നെടുമൺകാവ് ആരോഗ്യ കേന്ദ്രത്തിലാണ് പ്രാഥമിക ഘട്ടത്തിലെ വാക്സിനേഷൻ കേന്ദ്രമുള്ളത്. കരുനാഗപ്പള്ളിയിലെയും പുനലൂരിലെയും താലൂക്ക് ആശുപത്രികൾ വാക്സിനേഷൻ സെന്ററായി തെരഞ്ഞെടുത്തപ്പോൾ കൊട്ടാരക്കരയെ അവഗണിച്ചു എന്നാണ് പരാതി. പെട്ടെന്ന് എത്താൻ കഴിയാത്തതും വാഹന സൗകര്യമില്ലാത്തതുമായ നെടുമൺകാവിനെ തെരഞ്ഞെടുത്തതിൽ ആണ് പ്രതിഷേധമുള്ളത്. കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിനെ പോലെ ഇത്രയധികം ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു കൊല്ലം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ കോവിഡ് വാക്സിൻ സെൻ്ററിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. കോവിഡ് സെൻ്റർ വാക്സിൻ സെൻ്ററിൻ്റെ ലിസ്റ്റ് പുറപ്പെട്ടപ്പോൾ ജില്ലയിൽ പുറപ്പെടുവിച്ചപ്പോൾ നമ്മളെ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഏകദേശം 350ഓളം ഹെൽത്ത് പ്രവർത്തകർ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് കൊട്ടാരക്കര പ്രദേശം. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് വാക്സിൻ നൽകി. തുടക്കത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെട്ട 50 പേർക്കാണ് വാക്സിൻ നൽകുന്നത്. വാക്സിൻ നൽകിയ ശേഷം അരമണിക്കൂർ നിരീക്ഷണത്തിൽ ഇരുത്തിയ ശേഷം മാത്രമാണ് പുറത്തേക്ക് വിട്ടത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിബി ജോർജ്, ജില്ലാ പ്രോഗ്രാം ഓഫീസർ സുജിത് സുകുമാരൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു.
വടകര ചെമ്മരത്തൂരിൽ വീട്ടുകിണറിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കടവത്ത് വയൽ സ്വദേശി ഉദയഭാനുവിന്റെ വീട്ടിലെ കിണറിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പുലർച്ചെയാണ് വീട്ടുകാർ കിണറിൽ വെള്ളത്തിനടിയിൽ മുങ്ങിയ നിലയിൽ ആളെ കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തിയാണ് ഇയാളെ പുറത്തെടുത്തത്. പുലർച്ചെ വീട്ടിലേക്ക് അതിക്രമിച്ചു കടന്നത് മോഷണത്തിനാണെന്നാണ് കരുതുന്നത്. മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് അന്വേഷണം തുടങ്ങി. സർക്കാരിന്റെ കുടിവെള്ള കമ്പനിയായ ഹില്ലി അക്വയുടെ പ്രവർത്തനോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ജല അതോറിറ്റിയുടെ അരുവിക്കര പ്ലാന്റിലാണ് ഹില്ലി അക്വ പ്രവർത്തിക്കുക. പ്രതിദിനം 20 ലിറ്ററിന്റെ 2700 കുപ്പിയും 1 ലിറ്റർ 2 ലിറ്റർ കുപ്പികൾ മണിക്കൂറിൽ 3600 എണ്ണവും നിർമ്മിക്കാനുള്ള ശേഷി പ്ലാന്റിനുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ സർക്കാർ ജാഗ്രതയോടെയാണ് മുന്നേറുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരിപ്പൂരിൽ പ്രവാസി ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ അനുമതി നൽകുക, അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കും പ്രഖ്യാപിച്ച ധനസഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഉപവാസം PK കുഞ്ഞാലിക്കുട്ടി MP ഉദ്ഘാടനം ചെയ്തു. കിഴക്ക് മധുര മീനാക്ഷി ക്ഷേത്രം, പടിഞ്ഞാറ് ആലപ്പുഴ കടപ്പുറം. കാഴ്ചയുടെ അപൂർവ ദൃശ്യവിരുന്നൊരുങ്ങുകയാണ് ഇടുക്കി നെടുങ്കണ്ടം ആമപ്പാറയിൽ. DTPCയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ആമപ്പാറയിൽ പ്രവർത്തിക്കുന്ന വാച്ച് ടവറിലൂടെയാണ് കിലോമീറ്ററുകൾ ദൂരെയുള്ള കാഴ്ച സാധ്യമാവുന്നത്. നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് അതിനുള്ള ഫെസിലിറ്റി ഒരുക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് വിനോദസഞ്ചാര വകുപ്പ് നമ്മൾ ഈ പ്രോജക്റ്റുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യഘട്ടമായിട്ടുള്ള നമ്മുടെ വാച്ച് ടവർ ഉണ്ടാക്കുന്നുണ്ട്, ടോയ്ലറ്റ്സ്, അതുപോലെ ഈ ഫെൻസിങ്, അതുപോലെ വർക്കുകൾ നമ്മൾ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമതായിട്ട് കുടിവെള്ളത്തിൻ്റെ പദ്ധതികളാണ് ഇനിയിപ്പോൾ ഉള്ളത്. അതിൻ്റെ രണ്ടാമത് റിവേഴ്സൽ എസ്റ്റിമേറ്റിന് നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സ്റ്റീലിൽ നിർമ്മിക്കുന്ന സുരക്ഷാ വേലിയുടെ നിർമ്മാണം പൂർത്തിയായി. ഇരിപ്പിടങ്ങൾ, ടോയ്ലറ്റ് കോംപ്ലക്സ്, സ്നാക്സ് ബാർ, ആകാശ ഊഞ്ഞാൽ എന്നിവയും നിർമ്മിക്കുന്നുണ്ട്. ആമപ്പാറയെ രാത്രിയിൽ കൂടുതൽ ആകർഷകമാക്കുന്നതിനായി ലൈറ്റിംഗ് ക്രമീകരണവും ഏർപ്പെടുത്തും. ആദ്യഘട്ടത്തിൽ ഹാങ്ങിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെ സ്ഥാപിക്കും. ന്യൂസ് 18 നെടുങ്കണ്ടം. കോഴിക്കോട് കോട്ടുളി പുതിയ പറമ്പത്ത് സ്വദേശി സതീശൻ ഒടുവിൽ നീതി ലഭിച്ചു. മദ്യപിച്ച് ഓടയിൽ വീണ് മരിച്ചെന്ന അപവാദ പ്രചാരണത്തിന് അറുതിയായെന്ന് മാത്രമല്ല, സതീശന്റെ കുടുംബത്തിന് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിച്ചു. സതീശന്റെ ഭാര്യ സുമ നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ് കോടതി വിധി. പാചകത്തൊഴിലാളിയായ പുതിയ പറമ്പത്ത് സതീശനെ 2017 ജൂലൈ 22 രാത്രിയാണ് കാണാതായത്. പിറ്റേ ദിവസം കോട്ടുളിയിലെ ഓടയിൽ നിന്ന് സതീശന്റെ മൃതദേഹം കണ്ടെത്തി. സതീശൻ മദ്യപിച്ച് ഓടയിൽ വീണ് മരിച്ചെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് വിധിയെഴുതി. പോലീസ് കെട്ടിച്ചമച്ച കഥ നുണയാണെന്ന് തെളിയിക്കാൻ സതീശന്റെ ഭാര്യ സുമ കോടതിയെ സമീപിച്ചു. 3 വർഷത്തിനു ശേഷം കോടതി സതീശനും കുടുംബത്തിനും നീതി ഉറപ്പാക്കുന്ന വിധി പുറപ്പെടുവിച്ചു. പെരുമഴയിൽ വെള്ളം കെട്ടിനിന്ന ഓടയിൽ വീണാണ് സതീശൻ മരിച്ചതെന്ന് കോടതി പറഞ്ഞു. 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോഴിക്കോട് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതി ഉത്തരവിട്ടു. ഞങ്ങൾക്ക് വന്ന മധുര ഇനി വേറൊരാൾക്കും വരാതിരിക്കട്ടെ. പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഈ തുറന്നു കിടക്കുന്ന ഓവുകൾ ഇനിയെങ്കിലും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഇനിയൊരാൾക്കും ഇങ്ങനെ ഒരു അപകടം വരാതിരിക്കട്ടെ. ഏകമകൾ അഭിരാമിയുടെ പഠനം ഉൾപ്പെടെ വലിയ ബാധ്യതയ്ക്ക് നടുവിലാണ് സുമ. വീട് നിർമ്മാണത്തിനായി വായ്പയെടുത്ത 4 ലക്ഷം രൂപയിൽ 2 ലക്ഷമേ വീട്ടാൻ കഴിഞ്ഞുള്ളൂ. കേസ് വാദിച്ച അഭിഭാഷകന് ഫീസ് കൊടുക്കാൻ പോലും സുമയ്ക്ക് കഴിഞ്ഞില്ല. ജനാധിപത്യ സർക്കാരുകൾ, അത് കേരളത്തിലായിക്കോട്ടെ ഏത് സംസ്ഥാനത്തിലായിക്കോട്ടെ, ജനാധിപത്യ ഗവൺമെന്റുകൾ ഈ റോഡും അതുപോലുള്ള പാലങ്ങളും എല്ലാം തന്നെ സുരക്ഷിതമായി സംരക്ഷിക്കേണ്ട ചുമതല പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും അതുപോലെ അഡ്മിനിസ്ട്രേഷനും ഉണ്ട്. അതിലേക്കാണ് ഈ കോടതി വിധിയുടെ പ്രധാന സന്ദേശം പോകുന്നത്. ജനങ്ങളുടെ സംരക്ഷണം ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് നല്ല നിലയിൽ പാലിക്കാൻ ഗവൺമെന്റുകൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ വിധി നൽകുന്ന സന്ദേശം. അധികാരികളുടെ ഗുരുതരമായ വീഴ്ചയാണ് 3-അംഗ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന സതീശന്റെ ജീവനെടുത്തത്. കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോയാൽ നിയമയുദ്ധം തുടരേണ്ട അവസ്ഥയിലായിരിക്കും സുമയും മകളും. സർക്കാരിന്റെ കനിവിനായി കാത്തിരിക്കുകയാണ് ഈ നിർധന കുടുംബം. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ശരീരത്തിന്റെ കുറവുകളെ മനസ്സിന്റെ കരുത്തുകൊണ്ട് എതിരിട്ട് മണ്ണിൽ 100 മേനി വിളയിക്കുന്ന മലപ്പുറം ഊരകം സ്വദേശി അരുൺകുമാറിന് പിന്തുണയും സഹായവുമായി കർഷക കൂട്ടായ്മ. ന്യൂസ് 18 അരുൺകുമാറിന്റെ ജീവിതം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ അനവധി പേരാണ് സഹായവുമായി എത്തുന്നത്.
അരുൺകുമാർ ഇപ്പോൾ ഭിന്നശേഷിയുള്ള ഒരു കർഷകൻ മാത്രമല്ല, അനവധി പേർക്ക് പ്രചോദനവും ആത്മവിശ്വാസവും നൽകുന്ന വ്യക്തി കൂടിയാണ്. ന്യൂസ് 18 അരുണിന്റെ പോരാട്ടം ലോകത്തിന് മുൻപിൽ എത്തിച്ചതിന് പിന്നാലെ അനവധി പേരാണ് ഇദ്ദേഹത്തെ കാണാനും കൃഷിക്ക് പിന്തുണ നൽകാനും എത്തുന്നത്. ഒട്ടേറെ പേരാണ് സഹായം വാഗ്ദാനം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മോഹമായ ഇലക്ട്രിക് വീൽ ചെയർ ഏറെ വൈകാതെ ലഭിക്കും. ആദ്യമായിട്ട് ഏട്ടൻ ന്യൂസ് 18 എന്നുള്ള ചാനലിലാണ് വന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ അറിയാത്ത ഒരുപാട് ആൾക്കാർ ഏട്ടനെ വിളിക്കുകയും പിന്നെ എന്താ വേണ്ടത് പല കാര്യങ്ങളും അത് ഈ ഒരു ചാനലിൽ വന്നുകൊണ്ട് മാത്രമാണ്. കണ്ണൂരിൽ നിന്ന് ഒരാളാണ് ഇപ്പം അത് കൺഫേം ആക്കിയത്. അവർ 7 ദിവസത്തിനുള്ളിൽ ഇപ്പോൾ ഏട്ടന് വീൽ ചെയർ കൊടുക്കാമെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. കർഷകരുടെ കൂട്ടായ്മയായ കിച്ചൺ മിസ്റ്ററി അരുണിനു വേണ്ടി സമാഹരിച്ച പണം കൈമാറി. നമുക്കൊരു 50,000 രൂപ ലെവലിലൊക്കെ നല്ല ഇലക്ട്രോണിക് വീൽ ചെയറുകൾ നേടാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടി ഫണ്ട് കളക്ഷൻ നടത്തി. അങ്ങനെ നമുക്ക് 2 ദിവസം കൊണ്ട് 40,000 രൂപ നമ്മൾ ഈ ഒരു മേഖലയിൽ നിന്ന് കളക്ട് ചെയ്തെടുത്തു. ജില്ലാ കളക്ടർ അടക്കം അരുണിനെയും അദ്ദേഹത്തിന്റെ കൃഷിയിടത്തെയും സന്ദർശിക്കാനിരിക്കുകയാണ്. അതെ, അരുണിന്റെ ഇതുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാലം ഇതുതന്നെയാണ്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൊല്ലത്തെ പൊങ്ങൻപാറ ടൂറിസം പദ്ധതി പ്രദേശം കാടുകയറി നശിക്കുന്നു. 5 വർഷം മുൻപ് വിനോദസഞ്ചാര പദ്ധതി ലക്ഷ്യമിട്ട് ലക്ഷങ്ങൾ വകയിരുത്തിയ പദ്ധതി ഫലം കാണാതായതോടെയാണ് പ്രദേശം കാടുകയറിയത്. 49 ലക്ഷം അനുവദിച്ച നെടുവത്തൂർ പോങ്ങൻപാറ ടൂറിസം പദ്ധതിയാണ് ലക്ഷ്യം കാണാതെ പോയത്. നിർമ്മാണ ജോലികൾ പാതിവഴിയിൽ നിലച്ചതോടെ ക്രമക്കേടുകൾ താലൂക്ക് വികസന സമിതിയിലടക്കം ചർച്ചയായി. തഹസീൽദാർമാരും മറ്റുദ്യോഗസ്ഥരുമൊക്കെ പരിശോധനകൾ നടത്തിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. മൈനർ ഇറിഗേഷൻ പദ്ധതിയെ വകുപ്പിന് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏൽപ്പിച്ചു. അവർ അത് വളരെ വികലമാക്കിയാണ് നടപ്പിലാക്കിയത്. അതിൽ ഞങ്ങളുടെ കാലത്ത് പറഞ്ഞിരുന്ന പദ്ധതികളെല്ലാം മാറ്റിമറിക്കപ്പെട്ടു. കുറച്ച് പടികൾ കെട്ടി തുരുമ്പിച്ച കമ്പികളായി അവിടെ ധ്യാനകേന്ദ്രം എന്ന പേരിലൊക്കെ ഒരു ഈ യോഗ മെഡിറ്റേഷൻ സെൻറ്റർ ആരംഭിക്കണം എന്ന പദ്ധതി ഞങ്ങളുടെ പ്രോജക്റ്റിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. നിർമ്മാണ ചുമതല ഏറ്റെടുത്ത ജലസേചന വകുപ്പ് 24.5 ലക്ഷം രൂപ കരാറുകാരന് നൽകിയിരുന്നു. എന്നാൽ ലക്ഷങ്ങൾ വെറുതെ പാഴാകുകയായിരുന്നുവെന്നും പ്രാരംഭ നിർമ്മാണ പ്രവർത്തനം പോലും നടന്നില്ലെന്നുമാണ് ആക്ഷേപം. പാറയുടെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത ഏതാണ്ട് 100ഓളം എണ്ണം ഉള്ള ഒരു കുറേ പടികൾ നിർമ്മിച്ചു. അതിൻ്റെ കൈവരിയും നിർമ്മിച്ചു, ബാത്റൂം നിർമ്മിച്ചു, വെള്ളമില്ല. അതുപോലെ തന്നെ ഒരു ചെറിയ കെട്ടിടം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. സോളാർ ലാമ്പുകൾ, ഈ പ്രദേശത്തെ മുഴുവൻ പ്രകാശപൂരിതമാക്കാൻ കഴിയുന്ന സോളാർ ലാമ്പുകൾ സ്ഥാപിക്കാൻ ഈ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നു. അതൊന്നും ചെയ്തില്ല. പോങ്ങൻപാറയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണ്. വൈദ്യുത വിളക്കുകളും കുടിവെള്ളവും എത്തിച്ച് ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. ഇതോടെ നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കാം.